ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേ കാലമായി കണ്ടിട്ട്. അപ്പോൾ കറക്റ്റ് വീഡിയോ അങ്ങനെ ചെയ്യാനിടാനൊന്നും പറ്റുന്നില്ല. പിന്നെ എഡിറ്റ് ചെയ്യാനും സമയമില്ല. കുറേ ഫാമിലിയിൽ ഫങ്ഷൻ ഇതൊക്കെ ആയിട്ട്, പിന്നെ കുട്ടികളെ സ്കൂള് അങ്ങനെല്ലാം ഇരുന്നേ. പിന്നെ കുറേ പേര് നമ്മൾ അറിയുന്ന ആൾക്കാർ പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ട് കോൾ വിളിച്ചിട്ടെല്ലാം ചോദിക്കുന്നത്, ഇപ്പോൾ വീഡിയോ കാണാറില്ല, എന്ത് പറ്റി എന്നൊക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ് വീഡിയോക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകും, പിന്നെ വന്നിട്ട് കഴിഞ്ഞാൽ മദ്രസ പോകും. രാത്രി വന്നാൽ അവർക്ക് എഴുതാനും പഠിക്കാനും ഹോംവർക്കൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങും. അപ്പോൾ തീരെ സമയമില്ല. രാവിലെ പിന്നെ ഇവരെ വിടുന്ന നേരത്ത് എടുക്കാമെന്ന് വെച്ചാൽ കിച്ചണിലുള്ള യുദ്ധം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ എനിക്ക് കുറച്ച് മുമ്പേ എണീറ്റിട്ട് പ്രിപ്പയർ ചെയ്തിട്ടല്ലേ വെക്കണോ. അപ്പോൾ അങ്ങനെ പറ്റാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ എന്തായി ഒരു ചിക്കൻ കൊണ്ടൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എടുക്കാം വീഡിയോ. സ്കൂളിലേക്ക് ടിഫിൻ റെഡിയാക്കുന്നതാണ്. അപ്പോൾ ഏതായാലും പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. അപ്പം നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ ചിക്കൻ കൊണ്ടുള്ള ഉപ്പുമാവ് റെഡിയാക്കാം. അപ്പോൾ ചിക്കൻ ഇല്ലയെന്ന് വിചാരിക്കരുത്. ഇത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, ഒരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറിയ. പിന്നെ ഉപ്പുമാവിന് മെയിൻ വേണ്ട റവ, പിന്നെ ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കടുകും വേണം കലം പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. സാധാ ഉപ്പുമാവ് എന്ന് പറയുമ്പോൾക്ക് ഉപ്പുമാവ് നമ്മളുടെ കാസർഗോഡ് സജ്ജിക എന്നാണ് പറയുന്നത്, സജ്ജിക. അപ്പോൾ ഇത് ഞാൻ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ, അപ്പോൾ ഒരു പാത്രം ചൂടാൻ വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, എൻ്റെ സ്വന്തം ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുമല്ലോ. നെയ്യ് ഞാൻ ഒഴിച്ച് നെയ്യ് ഒഴിക്കാം, തേങ്ങ എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ നെയ്യുള്ളതുകൊണ്ട് കുട്ടികൾക്ക് നെയ്യിൻ്റെ മണമൊക്കെ ഇഷ്ടമായതുകൊണ്ട് നെയ്യ് ഇട്ടിട്ടാണ് കലം പോരുന്നത്. അപ്പോൾ 2 സ്പൂണ് നെയ്യിട്ട്, മിൽമാൻ്റെ നെയ്യാണ്. അപ്പോൾ ഇത് നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് പൊട്ടിക്കണം. തേങ്ങെണ്ണയിലും നല്ല മണം ഉണ്ടാവും കേട്ടോ. നെയ്യിലും നല്ലൊരു എന്താ പറയുക, പ്രത്യേക ഒരു മണമാണ്. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ഇടാം. പിന്നെ അതിലേക്ക് നമ്മുടെ സ്വന്തം കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടിട്ട് കറിവേപ്പില ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ഇടണം. ചെറിയ ഉള്ളിയും പിന്നെ നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതൊക്കെ ഇടാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സാധനങ്ങൾ ഒന്നിച്ചിട്ട് തന്നെ ഇടുന്നു. ചെറിയ ഉള്ളിയും ക്യാരറ്റെല്ലാം ഒന്നിച്ചിട്ട് തന്നെ ഇട്ട്, അപ്പോൾ നെയ്യിൽ ക്യാരറ്റും പിന്നെ കറിവേപ്പിലയും മുളകും ഇതൊക്കെ വരുമ്പോൾ ഒരു സ്പെഷ്യൽ മണമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതാക്കാൻ, നല്ല പോലെ വഴറ്റി കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, അതിൻ്റെ മുമ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായി ഗ്രീൻ പീസ്, അത് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 കൈയിലോളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയ എന്താ പറയുക, ഒരു ചെറിയൊരു ബൗളിലെത്ര അത് എൻ്റെ മുമ്പ് ഉണ്ടായതുകൊണ്ട് അത് ആഡ് ചെയ്ത്. പിന്നെ ഇതിലേക്ക് നമ്മുടെ നമ്മുടെ ചിക്കൻ പീസ് ഞാൻ ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ട് അതിനെ പിച്ചിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. കിള്ളിയെടുത്ത് എന്ന് പറയാം, ഇറച്ചി, അതും ഇടണം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളിട്ടിട്ട് ചിക്കൻ എന്തായാലും വെന്തതല്ലേ, വേവാനില്ല, അതുകൊണ്ട് ഒന്ന് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഉപ്പുമാവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ റവ എടുക്കണം. അപ്പോൾ ഇത് സെറ്റായി, ഇതിൻ്റെ വേവും പാകമെല്ലാം ഈക്വലായിന്. ഇതിലേക്ക് നമുക്ക് ഉപ്പിടണം. ഉപ്പ് ചിക്കനിൽ മാത്രമാണ് ഉള്ളത്. ഗ്രീൻ പീസിലും ചെറുതായിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചത്. പിന്നെ ബാക്കി ഉപ്പുമാവിന് ആവശ്യമുള്ളതായിട്ടുള്ള ഉപ്പിലേക്ക് തന്നെ ഇടാം. അപ്പോൾ ഞാൻ ആ ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഉപ്പെല്ലായിടത്തും. പിന്നെ ഇതിൻ്റെ റവൻ്റെ കണക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണ. അപ്പോൾ അതിൽ ഞാൻ 1 കപ്പ് റവ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 2.5 കപ്പ് വെള്ളം എടുക്കും. അപ്പോൾ റവ ഞാൻ എടുത്ത് ഇതിലേക്ക് ഇട്ട്, എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി റവ ഒന്ന് വറുത്ത പോലെയായി. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് റവ ഇട്ട്, എന്നിട്ട് നല്ല പോലെ എല്ലായിടത്തും മിക്സ് ചെയ്ത്, പെട്ടെന്ന് റവ കരിഞ്ഞ് പിടിക്കും കേട്ടോ. ഇത് മീഡിയം ഫ്ലെയിമിലാണുള്ളത്, ലോ അല്ല. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം, 1 കപ്പ് റവക്ക് 2.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വെള്ളം എടുത്ത്, എന്നാൽ നല്ല പോലെ റവ വെന്തിട്ട് നമുക്ക് കറക്റ്റ് ഒരിത് കിട്ടും. നല്ലോണം ടൈറ്റും അല്ല ലൂസും അല്ലാത്ത പോലെയാണ്. ഇപ്പോൾ
ഒരു കപ്പിന് എക്സ്ട്രാ 2 കപ്പ്, അതിൻ്റെ കൂടെ ഒരു അരക്കപ്പും കൂടി എടുക്കുക. അപ്പോൾ റവ എന്തോരും എന്താ പറയുന്നത്, ക്വാണ്ടിറ്റി കൂടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് 2.5 കപ്പ് യൂസ് ആക്കുന്നത്. അപ്പോൾ നല്ല കറക്റ്റ് എന്താ പറയുക റവൻ്റേതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ ഉപ്പുമാവും നല്ല ചിക്കനും ഇതെല്ലാം ഇട്ടിട്ട് ക്യാരറ്റും നെയ്യിലെല്ലാം ആയതുകൊണ്ട് നല്ല മണം. ഇത് തെളിച്ചിട്ട് നല്ല പോലെ ഇതാ വറ്റിക്കൊണ്ട് വരുന്നുണ്ട്. ഇനിയും കുറച്ചൊന്ന് ടൈറ്റാണോ അപ്പോൾ റെഡിയാവും. അപ്പോൾ ഇതൊരു വെറൈറ്റി ഉപ്പുമാവായതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ചിക്കൻ ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചിക്കന് അവസാനം മുകളിലേക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ വെച്ചിട്ടുണ്ട്. പിന്നെ ടിഫിനിലും കുട്ടികൾക്ക് സ്കൂളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതാവും ചിക്കൻ ഇട്ടതുകൊണ്ട് ഇത് മതി എന്നാണ് പറഞ്ഞത്. ചിക്കൻ ഫ്രൈ എല്ലാവർക്കും നെസിക്കായാലും നെയിലിനായാലും ഇഷ്ടമാണ്. അപ്പോൾ നല്ല പോലെ ഇത് എന്താ പറയുക ഇനിയും കുറച്ചും കൂടി വറ്റാനുണ്ട്. അത് വറ്റി വരുമ്പോൾ നമുക്ക് സെറ്റായിട്ട് കുറച്ച് സമയം അടിച്ച് വെക്കണം. അടിച്ച് വെക്കുമ്പോൾ അത് കറക്റ്റ് റെഡിയാവും. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് അടിച്ച് വെച്ചതാണ്. ഇപ്പോൾ കറക്റ്റ് ഒന്ന് അതിൻ്റെ അളവ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ഡെക്കറേഷനെല്ലാം മുകളിലിട്ടിട്ട് കുട്ടികൾക്ക് കഴിക്കാനും കൊടുത്ത് ടിഫിനിലിടാന്ന് വിചാരിച്ച്. അപ്പോൾ കുട്ടികൾ കഴിച്ച് പിന്നെ ടിഫിനിലിട്ടിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് മുകളിലേക്ക് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചതിട്ട് അപ്പോൾ രണ്ടുപേർക്കും ടിഫിനിലിട്ട് കൊടുത്ത് വൈകുന്നേരം നോക്കാം ടിഫിൻ എങ്ങനെ കാലിയാക്കി വരുന്നതാണ്. പക്ഷേ സാധാ ഉപ്പുമാവിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും ചിക്കൻ ഫ്രൈ ഉള്ളതുകൊണ്ട്. ചിക്കൻ ഉപ്പുമാവ് റെഡിയായി. കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുട്ടികൾ ടിഫിനൊക്കെ ഇട്ടിട്ട് വാൻ വന്നിട്ട് അവർ പോയി. ചൂടോടെ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് അവർ കഴിക്കുന്നതിന് ടിഫിനിൽ കഴിക്കുന്നത് 1 മണി സമയത്താണ്. അപ്പോഴേക്കുള്ള അവസ്ഥ എന്താണെന്ന് അറിയില്ല. അവരോട് വന്നിട്ടായിട്ട് ചോദിക്കണം. തണുത്തപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു ചിക്കൻ്റെ മണം, ചിക്കൻ ഫ്രൈയും പിന്നെ മസാലയുടെ മണമൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരുന്നു കഴിക്കാൻ ചൂടോടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോയുടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.